ഹായ് ഓൾ, മൈസെൽഫ് അശ്വതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ച പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ സ്റ്റീൽ ബാർ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു കോപ്പർ ബാർസ് ഈച്ച് ഹാവിംഗ് ദി സെയിം ഏരിയ ആൻഡ് ലെങ്ത് ആസ് ദ സ്റ്റീൽ ബാർ അറ്റ് 15 degrees Celsius. At this stage, they are rigidly connected together at both ends. When the temperature is raised to 315 degrees Celsius, the length of bars increased by 1.50 mm. Determine original length and final stresses in the bars. Take ES equal to 2.1 into 10 raised to 5 Newton per mm square. EC equal to 1 into 10 raised to 5 Newton per mm square. Alpha C equal to 0.000012 per degree centigrade. Alpha S equal to 0.000175 per degree centigrade. 8 മാർക്ക് 2018 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ഡേറ്റാസ് നോക്കാം. T1 equal to 15 degree Celsius, T2 equal to 315 degree Celsius. Temperature T equal to modulus of T1 minus T2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 300 degree Celsius. ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ഈക്വൽ ടു 1.50 mm. ES equal to 2.1 into 10 raised to 5 Newton per mm square. EC equal to 1 into 10 raised to 5 Newton per mm square. Alpha C equal to 0.000012 per degree centigrade. Alpha S equal to 0.000175 per degree centigrade. Area of steel bar equal to area of copper bar. Change in length in steel bar equal to change in length in copper bar. Load in steel bar equal to load in copper bar. Load calculate ചെയ്യുന്നത് sigma A, that is stress into area. Therefore, sigma S AS equal to 2 into sigma C AC. 2 വന്നത് 2 കോപ്പർ ബാർ ഉണ്ട്, അതുകൊണ്ട് 2 into sigma C into AC. Then ഏരിയ സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ആവും. സിഗ്മ എസ് ഈക്വൽ ടു 2 sigma C. ഡെൽറ്റ എൽ എസ് ഈക്വൽ ടു ഡെൽറ്റ എൽ സി. ഡെൽറ്റ എൽ എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആൽഫ എസ് ഇൻറ്റു ടി പ്ലസ് സിഗ്മ എസ് ബൈ ഇ എസ് ഈക്വൽ ടു ഡെൽറ്റ എൽ സി ആൽഫ സി ഇൻറ്റു ടി മൈനസ് സിഗ്മ സി ബൈ ഇ സി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.000012 ഇൻറ്റു 300 plus 2 sigma C divided by 2.1 into 10 raised to 5 equal to 0.00000175 into 300 minus sigma C divided by 1 into 10 raised to 5. സോൾവ് ചെയ്യുമ്പോൾ സിഗ്മ സി ഈക്വൽ ടു 84.511 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് കിട്ടും. ദെൻ സിഗ്മ എസ് നമുക്കറിയാം 2 sigma C ആണ്. സിഗ്മ സിയുടെ വാല്യൂ 84.511. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ സിഗ്മ എസ് ഈക്വൽ ടു 169.022 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് കിട്ടും. ദെൻ ഡെൽറ്റ എൽ ഈക്വൽ ടു ആൽഫ ടി എൽ. ഡെൽറ്റ എൽ എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആൽഫ എസ് ഇൻറ്റു ടി ഇൻറ്റു എൽ എസ്. നമുക്ക് ലെങ്ത് ഓഫ് സ്റ്റീൽ ബാറും കോപ്പർ ബാറുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ എൽ എസ് ഈക്വൽ ടു ഡെൽറ്റ എൽ എസ് ഡിവൈഡഡ് ബൈ ആൽഫ എസ് ഇൻറ്റു ടി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.50 ഡിവൈഡഡ് ബൈ 0.000012 ഇൻറ്റു 300. സോൾവ് ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് സ്റ്റീൽ ബാർ ഈക്വൽ ടു 416.667 mm എന്ന് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ: എ ബാർ ഓഫ് 20 mm diameter is subjected to a pull of 50 kN. The measured extension on gauge length of 250 mm is 0.12 mm and change in diameter is 0.00375 mm. Calculate Young's modulus, Poisson's ratio and bulk modulus. 6 മാർക്ക് 2018 ഏപ്രിലെ ക്വസ്റ്റ്യൻ ആണ്.
Given ഡേറ്റാസ് നോക്കാം. ഡയമീറ്റർ D ഈക്വൽ ടു 20, ലോഡ് P ഈക്വൽ ടു 50 കിലോ ന്യൂട്ടൺ. ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10⁻³ ദെൻ P ഈക്വൽ ടു 15 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. ലെങ്ത് ഈക്വൽ ടു 250 mm. Change in length delta L equal to 0.12 mm. Change in diameter delta D equal to 0.00375 mm. Then area equal to pi by 4 into D square. D യുടെ വാല്യൂ അറിയാം 20. Then pi by 4 into 20 square ചെയ്യുമ്പോൾ 314.159 mm square എന്ന് കിട്ടും. Then stress sigma equal to P by A. ലോഡ് P എന്ന് പറയുന്നത് 15 ഇൻറ്റു 10⁻³ ഏരിയ 314.159. സോൾവ് ചെയ്യുമ്പോൾ 159.155 ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. ലാറ്ററൽ സ്ട്രെയിൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ ഈക്വൽ ടു 0.00375 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ 1.875 ഇൻറ്റു 10⁻⁻⁴. ദെൻ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ original length delta L by L equal to 0.12 divided by 250 ചെയ്യുമ്പോൾ 4.8 into 10⁻⁻⁴ എന്ന് കിട്ടും. Then Young's modulus E equal to sigma by E. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 159.155 ഡിവൈഡഡ് ബൈ 4.8 into 10⁻⁻⁴. സോൾവ് ചെയ്യുമ്പോൾ 3.316 into 10⁵ Newton per mm². Then Poisson's ratio equal to lateral strain by longitudinal strain. Value substitute ചെയ്യുമ്പോൾ 1.875 into 10⁻⁻⁴ divided by 4.8 into 10⁻⁻⁴. സോൾവ് ചെയ്യുമ്പോൾ 0.39 എന്ന് കിട്ടും. Then bulk modulus K equal to E divided by 3 into 1 minus 2 mu. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3.316 into 10⁵ ഡിവൈഡഡ് ബൈ 3 into 1 minus 2 into 0.39. സോൾവ് ചെയ്യുമ്പോൾ 5.024 into 10⁵ ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. Third question. A cylindrical bar with 2 sections of length 50 cm and 25 cm and diameters 20 mm and 15 mm respectively, subjected to an axial pull such that maximum stress is 150 meganewton per meter square. Calculate strain energy stored in the bar. Young's modulus E equal to 200 giganewton per meter square. 4 മാർക്ക് 2018 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ഡേറ്റാസ് നോക്കാം. L1 ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ, mmലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 500 mm. ലെങ്ത് L2 ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ, 215 mm. ഡയമീറ്റർ D1 ഈക്വൽ ടു 20 mm, D2 ഈക്വൽ ടു 15 mm. Stress sigma equal to 150 meganewton per meter square. ന്യൂട്ടൺ പെർ mm² ലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 115 ഇൻറ്റു 10⁶ ഡിവൈഡഡ് ബൈ 10⁶ ചെയ്യുമ്പോൾ 150 ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. ദെൻ യങ്സ് മോഡുലസ് E ഈക്വൽ ടു 200 giganewton per meter square. ന്യൂട്ടൺ പെർ mm² ലോട്ട് കൺവേർട്ട് ചെയ്യാൻ 200 ഇൻറ്റു 10⁹ ഡിവൈഡഡ് ബൈ 10⁶ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. Then A equal to pi by 4 D1 square equal to pi by 4 into 20 square ചെയ്യുമ്പോൾ 314.159 mm². A2 equal to pi by 4 D2 square. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ pi by 4 into 15 square. സോൾവ് ചെയ്യുമ്പോൾ 176.715 mm². 1 equal to A1 into L1. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 314.159 into 500. സോൾവ് ചെയ്യുമ്പോൾ 15709.5 mm³ എന്ന് കിട്ടും. ദെൻ V2 ഈക്വൽ ടു A2 into L2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 176.715 into 215. സോൾവ് ചെയ്യുമ്പോൾ 44178.75 mm³ എന്ന് കിട്ടും.
P1 equal to P2, load P calculate ചെയ്യുന്ന stress into area, then sigma 1 A1 equal to sigma 2 A2, sigma 1 calculate ചെയ്യാൻ sigma 2 A2 divided by A1. നമുക്കറിയാം ഏരിയ കുറയും തോറും സ്ട്രെസ് വാല്യൂ കൂടുന്നു എങ്കിൽ സെക്കൻഡ് ബാറിൻ്റെ ഏരിയയാണ് കുറവ്. So sigma 1 equal to 150 into 176.715 divided by 340.159. സോൾവ് ചെയ്യുമ്പോൾ 84.375 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. Then strain energy U1 equal to sigma 1 square divided by 2E into V. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 84.375 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁵ ഇൻറ്റു 15707.9.5. സോൾവ് ചെയ്യുമ്പോൾ 2795.678 ന്യൂട്ടൺ mm എന്ന് കിട്ടും. Then strain energy U2 equal to sigma 2 square divided by 2E into V2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 150 square divided by 2 into 10⁵ into 44178.7. സോൾവ് ചെയ്യുമ്പോൾ 2485.055 ന്യൂട്ടൺ mm. Therefore total energy U equal to U1 plus U2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2795.678 plus 2485.055. സോൾവ് ചെയ്യുമ്പോൾ 5280.733 ന്യൂട്ടൺ mm എന്ന് കിട്ടും. Question: The maximum instantaneous extension produced by a unknown falling weight through a height of 4 cm in a vertical bar of length 3 meter and of cross-sectional area 5 cm square is 2.1 mm. Determine the instantaneous stress induced in vertical bar and the value of unknown weight. Take E equal to 2 into 10⁵ Newton per mm square. 8 മാർക്ക് 2018 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ഡേറ്റാസ് നോക്കാം. H equal to 4 cm, mm കൺവേർട്ട് ചെയ്യാൻ 4 into 10 ചെയ്യുമ്പോൾ 40 mm. Length L equal to 3 meter, mm കൺവേർട്ട് ചെയ്യാൻ 3 into 10⁵. ഏരിയ A equal to 5 cm square, mm കൺവേർട്ട് ചെയ്യാൻ 5 into 100 ചെയ്യുമ്പോൾ 500 mm square. Then Young's modulus E equal to 2 into 10⁵ Newton per mm square. Delta L, change in length equal to 2.1 mm. Strain E equal to change in length by original length equal to 2.1 divided by 3 into 10⁵. ചെയ്യുമ്പോൾ 7 into 10⁻⁻4 എന്ന് കിട്ടും. Then stress sigma equal to EE, that is Young's modulus E into strain. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into 10⁵ into 7 into 10⁻⁻4. സോൾവ് ചെയ്യുമ്പോൾ 140 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. Then instantaneous stress sigma equal to P by A into 1 plus root of 1 plus 2 into E into A into H divided by L into P. P load, A area, E Young's modulus, H height, L length. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 140 equal to P by 500 into 1 plus root of 1 plus 2 into 10⁵ into 500 into 40 divided by P into 3 into 10⁵. സോൾവ് ചെയ്യുമ്പോൾ P equal to 1834.975 ന്യൂട്ടൺ എന്ന് കിട്ടും. The rails of railway line is laid so that there is no stress in the rails at 10 degrees Celsius. Calculate the stress in rails at 60 degrees Celsius if there is an expansion allowance of 10 mm per rails. 5 മാർക്ക് 2017 ജനുവരിയിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ ചില ടേംസ് മിസ്സിംഗ് ആണ്. അന്ന് യൂണിവേഴ്സിറ്റി എക്സാംസിന്
ഇക്വേഷൻ എഴുതി ഗിവൺ ഡേറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തവർക്ക് മാർക്ക് നൽകിയിരുന്നു. ഗിവൺ ഡേറ്റാസ് നോക്കാം. T1 ഈക്വൽ ടു 10 ഡിഗ്രി സെൽഷ്യസ്, T2 ഈക്വൽ ടു 60 ഡിഗ്രി സെൽഷ്യസ്. T കാൽക്കുലേറ്റ് ചെയ്യാൻ മോഡുലസ് ഓഫ് T1 മൈനസ് T2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 50 ഡിഗ്രി സെൽഷ്യസ്. ഡെൽറ്റ ഈക്വൽ ടു 10 mm. നമുക്കറിയാം റെയിൽസിലെല്ലാം യൂസ് ചെയ്യുന്നത് സ്റ്റീൽ ബാറാണ്. അങ്ങനെയാണെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് 2 × 10⁵ N/mm² ആണ്. ഇക്വേഷൻ അറിയാം. സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു ആൽഫ TL മൈനസ് ഡെൽറ്റ ബൈ L ഇൻറ്റു E ആണ്. ആൽഫ ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, T ടെമ്പറേച്ചർ, L ഒറിജിനൽ ലെങ്ത്, ഡെൽറ്റ എക്സ്റ്റൻഷൻ, E എന്ന് പറയുന്ന യങ്സ് മോഡുലസ്. ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൽഫ ഇൻറ്റു 50L മൈനസ് 10/L ഇൻറ്റു 2 × 10⁵. Second question, a railway line is laid so that there is no stress at 8 degrees Celsius. Calculate A. The stress on the rails at 50 degrees Celsius if there is no allowance of expansion. B. The stress in the rails if there is an expansion allowance of 8 mm. C. The expansion allowance if the stress in the rails is to be 0. D. The maximum temperature to have no stress in the rails if the expansion allowance is 12 mm. The rails are 30 mm long. Take alpha equal to 12 × 10⁻⁶ degree centigrade and E equal to 2 × 10⁵ N/mm². 10 മാർക്ക് 2017 ജൂലൈയിലെ ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ഡേറ്റാസ് നോക്കാം. T1 ഈക്വൽ ടു 8 ഡിഗ്രി സെൽഷ്യസ്, L ഈക്വൽ ടു 30 mm, E ഈക്വൽ ടു 2 × 10⁵ N/mm², ആൽഫ ഈക്വൽ ടു 12 × 10⁻⁶ per ഡിഗ്രി സെൻറ്റിഗ്രേഡ്. എ പാർട്ട് നോക്കാം. T2 ഈക്വൽ ടു 50 ഡിഗ്രി തന്നിട്ടുണ്ട്. T കാൽക്കുലേറ്റ് ചെയ്യാൻ മോഡുലസ് ഓഫ് T1 മൈനസ് T2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 42 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു ആൽഫ TE വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 100.8 N/mm² എന്ന് കിട്ടും. ദെൻ ബി പാർട്ട് ഡെൽറ്റ ഈക്വൽ ടു എക്സ്പാൻഷൻ ഈക്വൽ ടു 8 mm തന്നിട്ടുണ്ട്. T1 ഈക്വൽ ടു 8 ഡിഗ്രി സെൽഷ്യസ്, T2 50 ഡിഗ്രി സെൽഷ്യസ്. ദെൻ T ഈക്വൽ ടു മോഡുലസ് ഓഫ് T1 മൈനസ് T2 ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 8 മൈനസ് 50 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 42 ഡിഗ്രി സെൽഷ്യസ്. സ്ട്രെസ് ഈക്വൽ ടു ആൽഫ TL മൈനസ് ഡെൽറ്റ ബൈ L ഇൻറ്റു E വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ -53232.533 N/mm² എന്ന് കിട്ടും. സി പാർട്ടിൽ സിഗ്മ സ്ട്രെസ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. സിഗ്മ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ആൽഫ TL മൈനസ് ഡെൽറ്റ ബൈ L ഇൻറ്റു E വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഈക്വൽ ടു 12 × 10⁻⁶ ഇൻറ്റു 42 ഇൻറ്റു 30 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.01512 mm എന്ന് കിട്ടും. ഡി പാർട്ടിൽ എക്സ്പാൻഷൻ ഡെൽറ്റ ഈക്വൽ ടു 12 mm എന്ന് തന്നിട്ടുണ്ട്. സിഗ്മ സ്ട്രെസ് ഈക്വൽ ടു 0 എന്നും പറയുന്നു. ദെൻ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ആൽഫ TL മൈനസ് ഡെൽറ്റ ബൈ L ഇൻറ്റു E ഈക്വൽ ടു 0. ആൽഫ TL ഈക്വൽ ടു ഡെൽറ്റ എന്ന് കിട്ടും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടെമ്പറേച്ചർ സോൾവ് ചെയ്യുമ്പോൾ 12 ഡിവൈഡഡ് ബൈ 12 × 10⁻⁶ ഇൻറ്റു 30 സോൾവ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 3333.33 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് എ ബാർ ഓഫ് 30 mm diameter is subjected to a pull of 60 kN. The measured extension on a gauge length of 200 mm is 0.09 mm.
and the change in diameter is 0.0039 mm. Calculate Poisson's ratio and value of 3 moduli. 10 മാർക്ക് 2017 ജൂലൈയിലെ ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ഡേറ്റാസ് നോക്കാം. ലോഡ് പി ഈക്വൽ ടു 60 കിലോ ന്യൂട്ടൺ. ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 16 × 10⁻³ ദാറ്റ് ഈസ് 16 × 10⁻³ ന്യൂട്ടൺ. ഡയമീറ്റർ ഈക്വൽ ടു 30 mm. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. π/4 30². സോൾവ് ചെയ്യുമ്പോൾ 706.858 mm² എന്ന് കിട്ടും. ദെൻ ലെങ്ത് ഈക്വൽ ടു 200 mm. ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെങ്ത് ഈക്വൽ ടു 0.09. ചേഞ്ച് ഇൻ ഡയമീറ്റർ ഈക്വൽ ടു 0.0039 mm. For longitudinal strain E equal to delta L/L, that is change in length by original length. Substitute ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 0.09 ഡിവൈഡഡ് ബൈ 200 ചെയ്യുമ്പോൾ 4.5 × 10⁻⁻4 എന്ന് കിട്ടും. ദെൻ lateral strain equal to change in diameter by original diameter. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.0039 ഡിവൈഡഡ് ബൈ 30. സോൾവ് ചെയ്യുമ്പോൾ 1.3 × 10⁻⁻4 എന്ന് കിട്ടും. ദെൻ പോയിസൺസ് റേഷ്യോ മ്യൂ ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.3 × 10⁻⁴ ഡിവൈഡഡ് ബൈ 4.5 × 10⁻⁴. സോൾവ് ചെയ്യുമ്പോൾ 0.29 എന്ന് കിട്ടും. ദെൻ സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 16 × 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയ 706.858. സോൾവ് ചെയ്യുമ്പോൾ 84.883 Nm² എന്ന് കിട്ടും. ദെൻ യങ്സ് മോഡുലസ് ഇ ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 84.883 ഡിവൈഡഡ് ബൈ 4.5 × 10⁻⁴. സോൾവ് ചെയ്യുമ്പോൾ 1.89 × 10⁵ Nm² എന്ന് കിട്ടും. ദെൻ നമുക്ക് യങ്സ് മോഡുലസും മോഡുലസ് ഓഫ് റിജിഡിറ്റിയും തമ്മിലുള്ള റിലേഷൻ അറിയാം. ദാറ്റ് ഈസ് ഇ ഈക്വൽ ടു 2c × 1 + μ. മോഡുലസ് ഓഫ് റിജിഡിറ്റി സി കാൽക്കുലേറ്റ് ചെയ്യാൻ E/2 × 1 + μ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.89 × 10⁵ ഡിവൈഡഡ് ബൈ 2 × 1 + 0.29. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 73.26 × 10⁻³ Nm² എന്ന് കിട്ടും. നമുക്കറിയാം യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും തമ്മിലുള്ള റിലേഷൻ E ഈക്വൽ ടു 3k × 1 - 2μ. ബൾക്ക് മോഡുലസ് k കാൽക്കുലേറ്റ് ചെയ്യാൻ E ഡിവൈഡഡ് ബൈ 3 × 1 - 2μ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.89 × 10⁵ ഡിവൈഡഡ് ബൈ 3 × 1 - 2 × 0.29. സോൾവ് ചെയ്യുമ്പോൾ 1.5 × 10⁵ Nm² എന്ന് കിട്ടും. ഫോർത്ത് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദ മാക്സിമം വാല്യൂ പോയിസൺസ് റേഷ്യോ ക്യാൻ ഹാവ് 0.5. 5 മാർക്ക് 2017 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും തമ്മിലുള്ള റിലേഷൻ അറിയാം. E ഈക്വൽ ടു 3k × 1 - 2μ. ദെൻ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ E/3k ഈക്വൽ ടു 1 - 2μ. 1 - 2μ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ -2μ ഈക്വൽ ടു E/3k - 1 എന്ന് കിട്ടും. ഈക്വൽ ടു E/3k - 1 × -1/2. -1/2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ μ ഈക്വൽ ടു 1/2 - E/6k എന്ന് കിട്ടും.